എല്ലാവർക്കും തുമ്പിക്കൂട്ടിലേക്ക് സ്വാഗതം. ഇനി നമുക്ക് റുബിക്സ് ക്യൂബ് എങ്ങനെയാ എളുപ്പത്തിൽ സോൾവ് ചെയ്യുന്നത് നോക്കിയാലോ. ആദ്യം നമ്മള് വെള്ളം എടുക്കണം. വെള്ളയുടെ ഓപ്പോസിറ്റ് മഞ്ഞ. അപ്പൊ മഞ്ഞയാണ് നമുക്ക് ഫസ്റ്റ് എടുക്കേണ്ടത്. ആദ്യം നമുക്ക് ഈ ഒരു മഞ്ഞയുടെ ഈ 4 സൈഡിലും വെള്ള കളറാക്കണം. ഓക്കെ, ആക്കാം. ഇങ്ങനെ ഓരോന്നും ആക്കണം. ഇങ്ങനൊരു പൂവിന്റെ ഷേപ്പ്. എന്നിട്ട് നമ്മൾ നേരെ താഴോട്ട് ഒരെണ്ണം എടുക്കണം. അതിന് നേരെ താഴോട്ട് നോക്കണം. അപ്പൊ ഇത് കണ്ടോ, ഇവിടെ ബ്ലൂ, ഇതിന്റെ ഇവിടെ ബ്ലൂ, ഇതിന്റെ നേരെ ഇവിടെ വെള്ള, അങ്ങനെ എല്ലാം കിട്ടണം. അപ്പൊ ഇവിടെ തെറ്റാ. അപ്പൊ തെറ്റ നമുക്ക് ശരിയാക്കണം. അത് ഫസ്റ്റ് നമ്മളിത് ഇങ്ങോട്ട് തിരിക്കുക. അത് ഏത് ഭാഗത്തോട്ടാ? ഇത് പച്ച കളറേ. പച്ച കളർ നമുക്ക് ഇവിടെയാ ഉള്ളത്. ഈ വെള്ള ഇതിന്റെ ഓപ്പോസിറ്റ് കളർ ഇവിടെ ഈ ഒരു ഭാഗം നോക്കി, അവിടെ പച്ച കളറല്ലേ. പക്ഷെ ഇത് സെയിം അല്ലല്ലോ. ഇവിടെ ഓറഞ്ചും ഇവിടെ പച്ചയല്ലേ. അപ്പൊ അത് ചേരില്ല. അപ്പൊ നമുക്ക് ഈ പച്ച എവിടെയാ? പുറത്തല്ലേ. ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോ ബ്ലൂ പോകും. ബ്ലൂ അപ്പം ശരിയാക്കണം. അപ്പൊ ഇത് എങ്ങനെ കൊണ്ടുവരും? നമുക്കത് താഴോട്ടതാക്കണം. എന്നിട്ട് ഇത് ഈ ഭാഗം ഒന്ന് ജസ്റ്റ് ഇങ്ങോട്ട് തിരിച്ചിട്ട് മുകളിലോട്ട് വെക്കണം. എന്നിട്ട് ഇതൊന്ന് ഇങ്ങോട്ട് വെക്കണം. അപ്പൊ ഇവിടെ നീലയും ശരിയായി, ഇവിടെ പച്ചയും ശരിയായി. ഇനി ഇവിടത്തെ അപ്പൊ പോയി. അപ്പൊ ഇത് നമുക്ക് ശരിയാക്കണം. അപ്പൊ ഇത് കണ്ടോ, ഇവിടെ മാച്ചിങ് അല്ല. ഈ മാച്ചിങ് നമുക്ക് ശരിയാക്കണം. അപ്പൊ ഇത് കണ്ടോ, ഇവിടെ റെഡ് ഇരിക്കുന്നത്. ഈ റെഡ് നമുക്ക് ഇവിടെ കൊണ്ടുവരണം. ഓക്കെ, ഇവിടെ കൊണ്ടുവന്നു, ഇങ്ങോട്ട് കൊണ്ടുവന്നു. അപ്പൊ ഇത് ഇങ്ങോട്ട് ഒന്ന് പൊക്കുക. അപ്പൊ എന്നിട്ട് ഇത് ഇങ്ങോട്ടൊന്ന് തിരിച്ചു കൊടുക്കാം. തിരിക്കുമ്പോ ഇവിടെ ബ്ലൂ, ഇവിടെ റെഡ്, ഇവിടെ ഗ്രീൻ. ഇനി ഇവിടെ കൂടെ ഇത് ഇവിടെ തന്നെ ഇരിപ്പുണ്ട്. അത് നമുക്ക് നേരെ മുകളിലോട്ട് വെച്ചാൽ മതി. അപ്പൊ നമുക്ക് ഈ ഒരു ഭാഗത്ത് എല്ലാത്തിന്റെയും കിട്ടിയിട്ടുണ്ട്. ഇത് ഇവിടെ പൂ പോലെ ഇങ്ങനെ 4 സൈഡ്സിലും വന്നിട്ടുണ്ട്. ഇനി നമ്മള് ഇത് ഈ ഒരു വെള്ളയുടെ സ്ഥലത്തോട്ട്, ഇത് ഓപ്പോസിറ്റ് കളർ ആയതുകൊണ്ട് ഇത് ഇന്ന് തിരിച്ചങ്ങോട്ട് എടുത്തെടുത്താൽ മതി. ഇത് നമ്മൾ നേരെ താഴോട്ട് വെക്കുക. അപ്പൊ ഇവിടെ വന്നു. ഇനി ഇത് നമ്മൾ നേരെ താഴോട്ട് വെക്കുക. ഇവിടെ വന്നു, വീണ്ടും വന്നു. ഇനി അടുത്തത് ഇത് ഇങ്ങനെ താഴോട്ട് ഇതാക്കുക. പിന്നെ ഇതും ഇങ്ങനെ ഇതാക്കാം. അപ്പൊ ഇപ്പുറത്തും പ്ലസ് ആയിരുന്നു. ഈ കോർണർ സൈഡ്സ് നോക്കണ്ട, ഈ പ്ലസ് ഇപ്പൊ വന്നിട്ടുണ്ട്. ഇനി കോർണർ സൈഡ്സ് എങ്ങനെ കൊണ്ടുവരുന്നത് നോക്കാം. ഇവിടെ കണ്ടോ ഒരു വെള്ളം ഇരിക്കുന്നത്. ഈ വെള്ള ഏത് ഭാഗത്തോട്ടാ? അപ്പൊ ഒന്ന് ഇവിടെ പച്ചയുണ്ട്. അതിന്റെ കോർണർ സൈഡ്സ് മൊത്തം 3 കളറുണ്ട്. അതിന് മൊത്തം നോക്കണം. ഇവിടെ വെള്ളയുണ്ട്, പച്ചയുണ്ട്, ഓറഞ്ച് ഉണ്ട്. ഇത് എവിടെ ഇരിക്കുന്നത് നോക്കണം. ഇവിടെ വെള്ളയും ഉണ്ട്, പച്ചയുണ്ട്. പക്ഷെ ഈ സൈഡ് നോക്കിയേ, ഇവിടെ റെഡ് അല്ലേ. അപ്പൊ ഇവിടെ ഇത് ആക്കിയാലും ചേർത്തില്ല. അപ്പൊ നമ്മൾ ഇപ്പുറത്തോട്ട് തിരിച്ചു നോക്കണം. ഇപ്പുറത്തോട്ട് തിരിച്ചു നോക്കുമ്പോ ഇവിടെ ഓറഞ്ച്. അപ്പൊ നമ്മൾ ജസ്റ്റ് ഇതൊന്ന് ഇങ്ങോട്ട് തിരിച്ചിട്ട് ഈ ഒരു ഭാഗം ഒന്ന് താഴോട്ട് താക്കണം. എന്നിട്ട് ഈ ഒരു ഭാഗം ഇങ്ങോട്ട് വെക്കാം. അപ്പൊ ഇവിടെ വരും. അത് നമ്മൾ നേരെ പൊക്കി കൊടുക്കാം. അപ്പൊ ഇവിടെ വന്നു, ഇവിടെയും വന്നു. ഇതിന്റെ ഈ കോർണർ സൈഡ് ശരിയായിട്ടുണ്ട്. ഇനി അടുത്ത ഈ ഭാഗവും അതുപോലെ തന്നെ ചെയ്യാം. ഏത് കളർ? 3 കളേഴ്സ് ഉണ്ട്. ഓറഞ്ച്, വെള്ള, പിന്നെ നീല കളറും ഉണ്ട്. ആ നീല കളർ അത് എവിടെയാ? ദൈവം കണ്ടോ, ഇപ്പുറത്തോട്ടൊന്ന് ജസ്റ്റ് നോക്കിയാൽ മതി. ഇവിടെ ഓറഞ്ച്, ഇവിടെ നീല, ഇവിടെ വെള്ള. അപ്പൊ നമുക്ക് അത് ശരിയാക്കാൻ ആ ഒരു കളർ നോക്കാം. ആ കളർ ഇങ്ങനെ വന്നിട്ടുണ്ട്. ഇത് നമ്മൾ ജസ്റ്റ് ഇങ്ങോട്ട് തിരിച്ചു കൊടുക്കാം. ഓക്കെ, റൈറ്റ്. പിന്നെ അതൊന്ന് താത്തിട്ട് ഒന്ന് ലെഫ്റ്റ് കൊടുത്തിട്ട് ഒന്ന് പൊക്കി കൊടുക്കുക. അപ്പൊ ഇവിടെ ശരിയായിട്ടുണ്ട്. ഇവിടെ വന്നിട്ടുണ്ട്, ഇവിടെ 2 എണ്ണം വന്നിട്ടുണ്ട്, ഇവിടെ 3 എണ്ണം വന്നിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ഈ 2 സൈഡ്സ് ശരിയാക്കാം. അത് ശരിയാക്കുമ്പോ ഈ ഒരു ഭാഗം കണ്ടോ, ഇവിടെ അല്ലേ വെള്ളയുള്ള. ഈ വെള്ള നമുക്ക് ഇങ്ങോട്ട് മുകളിലോട്ട് കൊണ്ടുപോകണം. ഇവിടെ റെഡും ഉണ്ട്, ബ്ലൂ ഉണ്ട്. ഇവിടെ അല്ലേ ബ്ലൂവും റെഡും വൈറ്റും ഉള്ളേ. അപ്പൊ നമ്മൾ അങ്ങോട്ട് കൊണ്ടുപോകണം. വീണ്ടും ഒരു പ്രാവശ്യം എടുത്തിരിക്കണം. ഇല്ലെങ്കിൽ ഇങ്ങനെ വെച്ചിട്ട് താഴോട്ട് വെക്കുമ്പോ അത് താഴോട്ട് പോകും, അത് കാണാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മൾ ഇതൊന്ന് ജസ്റ്റ് സേഫ് ആക്കി വെക്കണം. സേഫ് ആക്കി നിങ്ങൾക്ക് റുബിക്സ് ക്യൂബിൽ എങ്ങനെയാണോ വന്നിരിക്കുന്നത് അതുപോലെ മാറ്റി സേവ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നമ്മൾ താഴോട്ട് താത്തി ഇത് ഇങ്ങോട്ട് വെച്ച് മുകളിലോട്ട് വെക്കുമ്പോ ഇവിടെയായി ഇത്ര ഭാഗത്ത്. പിന്നെ റെഡിലും 2 എണ്ണം കിട്ടി, ഇവിടെ 3 എണ്ണം കിട്ടി, ഇവിടെ 3 എണ്ണം കിട്ടി. അപ്പൊ ഇവിടെ ശരിയായിട്ടുണ്ട്. ഞാൻ അടുത്തത് ഇവിടെ തന്നെ ഇരിപ്പുണ്ട്. അത് നമ്മൾ ജസ്റ്റ് ഇങ്ങോട്ട് മാറ്റുക. അതൊന്ന് താഴോട്ട് വെക്കുക. അതൊന്ന് താഴോട്ട് വെക്കുക. എന്നിട്ട് ഇത് ഇങ്ങോട്ട് വെക്കുക. എന്നിട്ട് പൊക്കുമ്പോ ഈ ഒരു വെള്ള കളർ മൊത്തം കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മള് ഇവിടത്തെ ഇങ്ങോട്ടൊന്ന് തിരിച്ചു കൊടുക്കുക. അപ്പൊ ഇത് കണ്ടോ,
ഇവിടെ T ആകൃതിയിൽ എല്ലാത്തിന്റെയും പകുതി ഉണ്ട്. ചിലതിനൊക്കെ ഫുൾ ആയിട്ടും വരും, ചിലതിനൊക്കെ പകുതിയേ ഉള്ളു. നോക്ക്. അപ്പൊ നമുക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു കളർ എടുക്കാം. അപ്പൊ ഞാൻ ഇവിടെ മോളിൽ വന്നേക്കുന്ന ഒരു ബ്ലൂ കളറും ഒരു റെഡ് കളറും ആട്ടോ. ഇതുണ്ടോ, ഒരു ബ്ലൂവും വന്നിട്ടുണ്ട്, ഒരു റെഡും വന്നിട്ടുണ്ട്. ഈ ഒരു മഞ്ഞ കളറ്, ഈ മഞ്ഞ കളറ് അതായത് ഞാൻ പറഞ്ഞുതരാം. ഇതുണ്ടോ, ഇവിടെ മഞ്ഞ വന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്താലും ഈ മഞ്ഞ ഇവിടെ തന്നെ ഇരിക്കും. മഞ്ഞ ഒരിക്കലും നമ്മൾ കൊണ്ടുപോകാൻ പാടില്ല. ഈ മഞ്ഞ നമുക്ക് മാച്ചിങ് ഇവിടെ ആക്കിയാലും ഇവിടെ മഞ്ഞ ആയാലും പക്ഷെ അത് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മൾ അടുത്ത് വേറൊരു കളർ എടുക്കാം. അപ്പൊ ഇത് കണ്ടോ, ഒരു കളർ കിട്ടിയിട്ടുണ്ട്, റെഡും ബ്ലൂവും. ഈ ബ്ലൂ കളർ നമുക്ക് മാച്ചിങ് ആക്കണം. ഏത് സൈഡിലോട്ടാണ് നമ്മൾ തിരിക്കേണ്ടത്? ഈ പച്ചയുടെ ഓപ്പോസിറ്റ് അല്ലേ ബ്ലൂ, അപ്പൊ നമ്മൾ ബ്ലൂയിലോട്ട് കൊണ്ടുപോകണം. അപ്പൊ ഇതേക്ക് കൊണ്ടുപോയി എന്നിട്ട് ഈ ഭാഗം നോക്കാം. ഈ ഭാഗത്തല്ലേ റെഡ്, ഇതിന്റെ മോളിൽ നോക്കിയ റെഡ്, ഈ റെഡ്. എന്നിട്ട് ഇതിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് ഈ റെഡിലോട്ട് തിരിക്കരുത്, ഇങ്ങോട്ട് തിരിക്കണം. ഓക്കെ, അത് ഇങ്ങോട്ട് ഫസ്റ്റ് തിരിക്കണം. ഇതൊന്ന് മുകളിലോട്ട് പൊക്കണം. മുകളിലോട്ട് പൊക്കിയിട്ട് ഇതൊന്ന് ഇങ്ങോട്ട് വെക്കണം. എന്നിട്ട് ഈ ഒരു ഈ രണ്ട് വെള്ളയിൽ ഇതൊന്ന് ജസ്റ്റ് താഴോട്ട് വെക്കണം. അപ്പൊ ഒരു ഒറ്റക്കിരിക്കുന്ന ഒരു വെള്ളേനെ നമുക്ക് കാണാം. ഈ ഒറ്റക്കിരിക്കുന്ന വെള്ളേനെ നമുക്ക് ഈ താഴോട്ട് കൊണ്ടുവരണം. അതിന് നമുക്ക് ഒന്ന് ജസ്റ്റ് ഇങ്ങോട്ട് തിരിച്ചു കൊടുക്കണം. സേഫ് ആക്കി. എന്നിട്ട് നമ്മളിത് മുകളിലോട്ട് വെച്ചു കൊടുത്തു. എന്നിട്ട് ഇത് നമ്മൾ ഇങ്ങനെ വെച്ചു കൊടുക്കുമ്പോ അവിടെ മൂന്നായിട്ട് വെള്ള വന്നിട്ടുണ്ടാവും. അതിന് നമുക്ക് താത്തി കൊടുക്കാം. അപ്പൊ ഈ ഒരു റെഡും ബ്ലൂവും കറക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഇങ്ങോട്ട് നോക്കിയേ, ഈ ബ്ലൂ കളേഴ്സ് മൊത്തം കിട്ടിയിട്ടുണ്ട്. ഇനി അതുപോലെ ബ്ലൂ ഇങ്ങനെ മൊത്തം കിട്ടിയപ്പോ നമുക്ക് ബാക്കി എല്ലാത്തിനെയും കിട്ടിയിരിക്കും കൊടുക്കണ്ടേ. അപ്പൊ നമുക്ക് അടുത്തത് നോക്കാം. ഇതുപോലെ തന്നെ അടുത്തത് കണ്ടില്ലേ, ഓറഞ്ച്. ഈ ഓറഞ്ച് നമുക്ക് ഓറഞ്ചിന്റെ ഭാഗത്തോട്ട് കൊണ്ടുപോകണം. ഇവിടെ മാച്ചിങ് ആയിട്ടുണ്ട്. ഇവിടെ പച്ച കളർ, ഈ പച്ച കളർ ഇപ്പുറത്തോട്ട് കൊണ്ടുപോകണം. അതുകൊണ്ട് നമ്മളിതാ ജസ്റ്റ് ഇങ്ങോട്ട് തിരിക്കരുത്, ഇങ്ങോട്ട് തിരിച്ചാൽ തെറ്റിപ്പോവും. അതുകൊണ്ട് നമ്മൾ ഇങ്ങോട്ട് തിരിക്കണം, ഓപ്പോസിറ്റ് ആയിട്ട് തിരിക്കണം. എന്നിട്ട് നമ്മൾ ഈ വെള്ള ഒന്ന് ഏത് സൈഡിലോട്ടാ തിരിക്കുന്നത്? ഇപ്പൊ ഈ സൈഡിലോട്ടാ തിരിക്കുന്നതെങ്കിൽ ഇത് വെക്കണം. ഇപ്പൊ മറിച്ച് ഈ സൈഡിലോട്ടാ തിരിക്കുന്നെങ്കിൽ ഈ ഒരു വെള്ള വെക്കണം. ഓക്കെ, അങ്ങനെ ചെയ്യാളൂ. അപ്പൊ നമ്മൾ ഈ സൈഡിലോട്ടല്ലേ, അപ്പൊ ഏത് സൈഡ് ഇവിടെയാണ് പൊക്കേണ്ടത്. ഇവിടെ പൊക്കിയപ്പോ എന്നിട്ട് ഇത് ഇങ്ങോട്ട് ജസ്റ്റ് മാറ്റി ഇതൊന്ന് താഴോട്ട് താത്തി. അപ്പൊ വീണ്ടും ഒരൊറ്റയ്ക്ക് ഇരിക്കുന്ന വെള്ളം കണ്ടോ? ഈ വെള്ളനെ നമുക്ക് ഇങ്ങോട്ട് കൊണ്ടുവരണ്ടേ, അല്ലെങ്കിൽ വെള്ളയ്ക്ക് വിഷമാവും. അതുകൊണ്ട് നമുക്ക് വെള്ളം ഇപ്പുറത്തോട്ടൊന്ന് മാറ്റിയിട്ട് ഒന്ന് ജസ്റ്റ് ഈ കണ്ടോ, അങ്ങനെ ചെയ്യുമ്പോൾ നമുക്കൊരു വര കിട്ടും. ഈ വരനെ നമ്മൾ നേരെ കൊടുക്കാം. ഇവിടെ വെള്ളയും കിട്ടും, ഇവിടെ നമുക്ക് ഫുള്ള് ഈ ഒരു ഓറഞ്ചിന്റെയും കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒറ്റ കട്ടയും കൂടെ ശരിയാക്കിയാൽ എല്ലാത്തിന്റെയും രണ്ട് നില വെച്ച് കിട്ടും. നമ്മൾ അത് എവിടെയാണ് എടുക്കുന്നത്? അതാ ഇവിടെ ഇരിപ്പട്ടെ കേട്ടോ. നമ്മളത് മാച്ചിങ് ആക്കിയിട്ടുണ്ട്. അത് ഈ സൈഡിലല്ലേ, അപ്പൊ നമ്മൾ എങ്ങോട്ടാ തിരിക്കുന്നത്? ഇങ്ങോട്ട്. അപ്പൊ ഇങ്ങോട്ട് തിരിക്കുന്നു. എന്നിട്ട് ഇത് പൊക്കുന്നു, ഇങ്ങോട്ട് തിരിക്കുന്നു, വീണ്ടും താക്കുന്നു. അപ്പൊ വീണ്ടും ഒരൊറ്റയ്ക്ക് ഇരിക്കുന്ന വെള്ളം, ആ വെള്ളനെ നമുക്ക് ഇങ്ങോട്ട് തിരിക്കുന്നു, മുകളിലോട്ട് വെക്കുന്നു, വീണ്ടും ഇങ്ങോട്ട് തിരിക്കുന്നു. അപ്പൊ ഇവിടെയും കിട്ടി. ഇവിടെയും കിട്ടിയിട്ട് നമ്മൾ നേരെ താഴോട്ട് താക്കുമ്പോ എല്ലാ സൈഡ്സിലെയും രണ്ട് ലെയർ വെച്ച് കിട്ടിയിട്ടുണ്ട്. ഇവിടെ വെള്ള അതേപോലെ തന്നെ സേഫ് ആയിട്ടിരിപ്പുണ്ട്. ബാക്കി സൈഡ്സിലോട്ടെല്ലാം നോക്കുമ്പോൾ നമുക്ക് ഈ കളർ രണ്ട് തട്ടായിട്ട് കാണാൻ പറ്റും. ഇനി നമ്മൾ മുകളിലോട്ട് നോക്കാം. ഓക്കെ, ചിലവര് ഇത് ചെയ്യുമ്പോൾ ജെ പോലെ ആയിരിക്കും, അല്ലെങ്കിൽ 4 കട്ടയായിട്ട് വരും. ചിലർക്ക് ഇങ്ങനെ നേരെ ഒരു വര പോലെ വരും, അല്ലെങ്കിൽ ചിലർക്ക് ഇതൊട്ടും വരില്ല, അതൊരു ചെറിയൊരു ഇതായിട്ട് ഇരിക്കും. ഇങ്ങനെ ഒറ്റ സെന്റർ പോർഷൻ മാത്രമായിട്ടിരിക്കും. അപ്പോഴും ഈ ഒരു ടെക്നിക്ക് വേണം യൂസ് ചെയ്യാൻ. ആദ്യം നമുക്ക് ഒരു കളർ എടുക്കാം. ഇപ്പൊ എനിക്ക് ഈ വരയാണ് വന്നിരിക്കുന്നത്. നമ്മളിതാ ഒന്ന് ജസ്റ്റ് ഇങ്ങോട്ടൊന്ന് തിരിക്കുക. ഈ ഫേസ് ഒന്ന് ജസ്റ്റ് ഇങ്ങോട്ട് തിരിക്കാം. എന്നിട്ട് ഈ ഒരു ഫേസ് മുകളിലോട്ടൊന്ന് വെക്കാം. എന്നിട്ട് ഇതൊന്ന് ഇങ്ങോട്ട് വെക്കാം, ഒന്ന് താഴോട്ട് വെക്കാം. എന്നിട്ട് ഇവിടെ ഒരു വെള്ളം ഇരിപ്പുണ്ട്, ഇവിടെ 2 എണ്ണം ഇരിപ്പുണ്ട്. അതിന് നമുക്ക് ചേരുമ്പടി ഇത് ഒരുമിച്ചാക്കണം. അതുകൊണ്ട് നമ്മളത് ഇങ്ങോട്ടൊന്ന് ജസ്റ്റ് തിരിച്ചു കൊടുക്കാം. ഓക്കെ, അപ്പൊ ഇവിടെ വെള്ളം കിട്ടിയിട്ടുണ്ട്. ഈ വെള്ളം നമ്മൾ താത്തി. അപ്പൊ ഇവിടെ ഈ വെള്ളം ശരിയായിട്ടുണ്ട്. ഇതുപോലെ തന്നെ ഇരിപ്പുണ്ട്. മുകളിൽ ഇത് നിങ്ങൾ നോക്കണ്ട കേട്ടോ, ഇത് അങ്ങനെ വരുന്നതാണ്. പക്ഷെ നമുക്ക് ആവശ്യമുള്ളത് പ്ലസ് ആണ്. ഇപ്പൊ ജെ കിട്ടിയവർക്ക് 2 പ്രാവശ്യം ചെയ്താലേ പ്ലസ് കിട്ടത്തുള്ളൂ. ഇപ്പൊ ഞാൻ ഒരു പ്രാവശ്യം ചെയ്തപ്പോ തന്നെ എനിക്ക് മൊത്തത്തോളം കിട്ടിയിട്ടുണ്ട്. പക്ഷെ നമ്മൾ സൈഡിലോട്ട് നോക്കിക്കേ, ഒട്ടും കിട്ടില്ല. അപ്പൊ നമ്മള് ഇത് ചെയ്യരുത്, ഇത് ശരിയായെന്ന് പറഞ്ഞിരിക്കരുത് കേട്ടോ. അപ്പൊ അടുത്ത ഇത് ചെയ്യാം. അപ്പൊ അത് ഇങ്ങോട്ട് തിരിച്ചപ്പോ ഇവിടെയും കിട്ടിയിട്ടുണ്ട്. അപ്പോഴും ആയിട്ടില്ല കേട്ടോ. ഇതുണ്ട്, ഈ സൈഡിലൊന്നും ആയിട്ടില്ല. ഇനി നമ്മൾ അടുത്ത് ചെയ്യാൻ വന്നത് ഈ സൈഡിലും ആ സൈഡിലും ഉണ്ട്, ഇവിടെയും ഉണ്ട്, ഇവിടെയും ഉണ്ട്. അപ്പൊ നമ്മൾ എങ്ങനെയാ ചെയ്യുന്നത്? പക്ഷെ ഈ സൈഡ്സിലൊന്നും കിട്ടിയിട്ടില്ല. അപ്പൊ നമ്മൾ അത് ചെയ്യുന്നത് നോക്കിയിരുന്നോണം. ഇതൊന്ന് പൊക്കി പിടിക്കുക, ഇതൊന്ന് പൊക്കുക മുകളിലോട്ട്. എന്നിട്ട് ഇങ്ങോട്ടൊന്ന് വെച്ചിട്ട് ഇതൊന്ന് താക്കുക. എന്നിട്ട് വീണ്ടും ഇങ്ങോട്ട് വെച്ചിട്ട് ഇതൊന്ന് പൊക്കിയിട്ട് ഈ വെള്ളയില്ലേ,
ഈ വെള്ളം ഇങ്ങനെ പൊക്ക, ഇതുവാ 1 2 എന്നിട്ട് താക്ക. അപ്പൊ ഇവിടത്തെ പോയി കാണും, ഇവിടെ പ്ലസും വരും, ബാക്കി എല്ലായിടത്തും 2 നില വെച്ച് വരുകയും ചെയ്യും. ഓക്കെ, ഇവിടെ വെള്ളം സേഫും ആണ്. അങ്ങനെ ചെയ്തിട്ട് ഈ അപ്പോഴും നമ്മൾ നോക്കുമ്പോൾ ഇങ്ങനെയായിരിക്കും വരിക. ഒന്നും അത്രയ്ക്ക് ഇതൊന്നും ഒരു ഇതും കറക്റ്റ് ആയിട്ടല്ല ഇരിക്കുന്നത്. അപ്പൊ നമ്മൾ ഈ ഓരോന്നും വെച്ച് നോക്കുക. അതായത് ഇവിടെ നമ്മൾ ബ്ലൂ വെച്ച് നോക്കിയപ്പം ഇല്ല, ഈ സൈഡിലും ഇല്ല, ഈ സൈഡിലും ശരിയായില്ല. അപ്പൊ നമുക്ക് പച്ച നോക്കാം. പച്ച വെച്ച് നോക്കിയപ്പം അതാണ്ട് ഇവിടെ ഒരു റെഡും ശരിയാക്കി വന്നിട്ടുണ്ട്. അപ്പൊ എപ്പോ ചെയ്താലും ഈ 2 സൈഡിലും ഒരേപോലെ വന്നിട്ടുണ്ടാവും. അത് നമ്മൾ ജസ്റ്റ് ഇങ്ങോട്ടൊന്ന് തിരിച്ചു കൊടുക്കാം. നമുക്ക് കിട്ടിയ ഒരു കളർ പുറകിലും ഒരു കളർ സൈഡിലും വെക്കാം. എന്നിട്ട് ഈ ഒരു പോർഷനിലെ ഇതൊന്ന് പൊക്കുക, എന്നിട്ട് ഇതൊന്ന് ജസ്റ്റ് തിരിക്കുക, സൈഡിലോട്ടാക്കുക, ഇതൊന്ന് താക്കുക. സോറി, ഒരു മിനിറ്റ്, സോറി, എനിക്ക് മാറിപ്പോയതാട്ടോ. ഇങ്ങനെ പിടിച്ചിട്ട് നമ്മൾ നേരത്തെ ചെയ്തത് തന്നെ കേട്ടോ ചെയ്യണ്ടേ. ഇതൊന്ന് പൊക്കുക, ഇതൊന്ന് സൈഡിലോട്ട് മാറ്റുക, ഇതൊന്ന് താഴോട്ട് വെക്കുക, ഇതൊന്ന് ഇങ്ങോട്ട് ഇച്ചിരി ഈ വെള്ളം ഇങ്ങോട്ട് മാറ്റി, എന്നിട്ട് ഈ ഒരു വെള്ളം ഈ 2 ഇരിക്കുന്നതുണ്ടോ, ഈ രണ്ടെണ്ണത്തിനെ മാത്രം ഇങ്ങോട്ട് പൊക്കുക, എന്നിട്ട് ഈ വെള്ളനെ ഇവിടെ കൊണ്ടുവരണം. അപ്പം 1 2. അപ്പൊ ഇവിടെയും വെള്ളയുടെ ഒരു ലൈൻ കിട്ടും, ആ ലൈൻ നമ്മൾ താഴോട്ടെടുക്കാം. അപ്പൊ ബാക്കി ഫസ്റ്റത്തെ സേഫ് ഇവിടെ പ്ലസ് വന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഈ സൈഡിലോട്ടൊക്കെ നോക്കി, ഇനി നമ്മൾ ഒന്നും കൂടെ ഒന്ന് ചെയ്ത് നോക്കാം. ചെയ്യുമ്പോൾ കറക്റ്റ് ആയിട്ട് എല്ലാം കിട്ടിക്കോളും. അതൊന്ന് ജസ്റ്റ് ഇങ്ങോട്ടൊന്ന് തിരിച്ചു വെച്ചാൽ മതി. അപ്പൊ എല്ലാത്തിന്റെയും മുകളത്തെ വശത്തുള്ള എല്ലാം വരും. ഓക്കെ, ഒരു ആർച്ച് പോലെ. ഓക്കെ, ഇവിടെ പ്ലസും വന്നു, ഇവിടെ മൊത്തവും വന്നു. ഇനി അടുത്ത് നമ്മൾ കോർണർ സൈഡ്സ്, ഈ ഒരു മഞ്ഞയുടെ കോർണർ സൈഡ്സ് ആണ് ശരിയാക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങൾ എന്താ ഏകദേശം ഒരു കറക്റ്റ് ആയത് അല്ലെങ്കിൽ മൊത്തം കറക്റ്റ് ആയത്, ഏകദേശം കറക്റ്റ് ആയത് അല്ലെങ്കിൽ മൊത്തം കറക്റ്റ് ആയത്. ഏകദേശം കറക്റ്റ് ആയെന്ന് പറഞ്ഞാൽ ഇത് കണ്ടോ, ഈ മഞ്ഞ കണ്ടോ, ഈ മഞ്ഞ, ഈ പച്ച, ഈ ഓറഞ്ച്, ഇത് ഈ ഒരു കോർണർ സൈഡ്സിൽ തന്നെ ചേരുന്നതാണ്. ഇതൊന്ന് ജസ്റ്റ് ഇപ്പുറത്തോട്ട് തിരിച്ചു വെച്ചാൽ കറക്റ്റ് ആവും. പക്ഷെ നമ്മൾ അങ്ങനെയല്ല ചെയ്യുന്നത്, നമ്മളൊരു ടെക്നിക്ക് യൂസ് ചെയ്താണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ ഇങ്ങനെ കറക്റ്റ് ആയിട്ട് കിട്ടുക, അല്ലെങ്കിൽ വേറെ രീതിയിൽ ഇത് കറക്റ്റ് കോർണർ സൈഡ്സ് ആയിട്ട് തിരിഞ്ഞ് അതുപോലെ തന്നെ ഇരിക്കും. ആ ഒരു സൈഡ് പിടിക്കുക, എന്നിട്ട് ബാക്കി സൈഡ്സ് നോക്കിക്കേ, ഒട്ടും കറക്റ്റ് അല്ല കേട്ടോ. ഇവിടെ മഞ്ഞ ഉണ്ടെങ്കിലും ഇവിടെ റെഡും ഉണ്ട്, പക്ഷെ നോക്കിയേ നീല ഇവിടെ അല്ല, ഇപ്പുറത്തെ സൈഡിലല്ലേ, അപ്പൊ അത് പറ്റില്ല. അപ്പൊ ഇതിങ്ങനെ ഈ ഒരു ഏകദേശം കറക്റ്റ് ആയിട്ട് മാത്രം ഒന്ന് നമ്മുടെ റൈറ്റ് സൈഡിൽ പിടിക്കാം. എന്നിട്ട് നമ്മൾ ഒരു ഇക്വേഷൻ ചെയ്യാൻ പോവാ. ജസ്റ്റ് ഒന്ന് ഇങ്ങോട്ട് തിരിക്കാം, ഇത് പൊക്കുക, ഒന്നുകൂടെ കാണിച്ചു തരാം. ഓക്കെ, ഇതൊന്ന് ജസ്റ്റ് ഈ ഒരു ഭാഗം ഇങ്ങോട്ട് തിരിച്ചു കൊടുക്കുക, ഇതൊന്ന് പൊക്കുക, ഇവിടെ പൊക്കുക, എന്നിട്ട് ഇത് ഇങ്ങോട്ട് മാറ്റുക. അപ്പൊ ഇവിടെ ഒരു വെള്ളം, ഇവിടെ 2 എണ്ണവും. അപ്പൊ നമ്മൾ ഇതൊന്ന് പൊക്കുക, ഇപ്പുറത്തെ സൈഡിലേയും പൊക്കുക, എന്നിട്ട് ഇത് ഇങ്ങോട്ട് കൊടുക്കുക. അപ്പൊ ഒരു ലൈൻ കിട്ടും, ഈ ലൈനെ താഴോട്ട് ഇറക്കുക. ഇനി അടുത്ത് ഇവിടെ ഒരു ഒറ്റക്കിരിക്കുന്ന വെള്ളയുണ്ട്, ആ വെള്ളനെ ഇങ്ങോട്ട് കൊണ്ടുവരിക. അപ്പൊ വീണ്ടും ലൈൻ കിട്ടും, അത് നമ്മൾ താഴോട്ടാക്കാം. അപ്പൊ നമുക്ക് വീണ്ടും അതേപോലെ തന്നെ കിട്ടും. അത് കിട്ടിയില്ലെങ്കിൽ നമ്മൾ ഒരു പ്രാവശ്യം കൂടെ റിപ്പീറ്റ് ചെയ്യാം. അപ്പൊ എനിക്കും കിട്ടിയിട്ടില്ല, അപ്പൊ നമുക്ക് ഒരു പ്രാവശ്യം കൂടെ ചെയ്യാം. കിട്ടിയവര് അത് ഓക്കെ നോക്ക്, അതേപോലെ തന്നെ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ എനിക്ക് ഒരു സൈഡ് ശരിയായിട്ട് കിട്ടിയിട്ടുണ്ട്, 2 സൈഡ്സ് ശരിയാക്കി കിട്ടിയിട്ടുണ്ട്. ബാക്കി 2 സൈഡ്സും ഇങ്ങനെ ഏകദേശം കറക്റ്റായ രീതിയിൽ വെച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ ഇത് ഇനി എങ്ങനെ ചെയ്യുന്നത് നോക്കാം. ഇതൊന്ന് ജസ്റ്റ് താഴോട്ട് കാക്കുക. ഈ ഇക്വേഷന്റെ പേര് ഡൗൺ ലെഫ്റ്റ് അപ്പ് റൈറ്റ്. ഓക്കെ, അത് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും. ഓക്കെ, നമുക്ക് നോക്കാം. ഡൗൺ ലെഫ്റ്റ് അപ്പ് റൈറ്റ്, ഡൗൺ ലെഫ്റ്റ് അപ്പ് റൈറ്റ്, ഡൗൺ ലെഫ്റ്റ് അപ്പ് റൈറ്റ്, ഡൗൺ ലെഫ്റ്റ് അപ്പ് റൈറ്റ്. അങ്ങനെ ഇവിടത്തെ ഒരു മഞ്ഞ കളർ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഈ ഭാഗം ചെയ്യണമെങ്കിൽ തിരിച്ചു പിടിക്കരുത്, നമ്മളിത് ഇങ്ങോട്ട് തിരിച്ച് ഈ ഒരു ഭാഗത്തോട്ട് തന്നെ കൊണ്ടുവരാം. എന്നിട്ട് ഇത് നമ്മൾ ചെയ്ത പോലെ തന്നെ ഇക്വേഷൻ ചെയ്യാം. ഡൗൺ ലെഫ്റ്റ് അപ്പ് റൈറ്റ്, ഡൗൺ ലെഫ്റ്റ് അപ്പ് റൈറ്റ്. അപ്പൊ എനിക്ക് ഒരു പ്രാവശ്യം ചെയ്തപ്പോൾ കറക്റ്റ് ആയിട്ട് കിട്ടി. ഇനി ഇതും കൂടെ ഒന്ന് തിരിച്ചു വെക്കാം. അപ്പോൾ നമ്മുടെ റുബിക്സ് ക്യൂബ് ശരിയാവും. അപ്പൊ നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഒരു പ്രാവശ്യം ചെയ്തൊന്നും ശരിയാവില്ല, കുറേ പ്രാവശ്യം ചെയ്ത് പഠിക്കുമ്പോൾ നിങ്ങൾക്ക് ഇത് കറക്റ്റ് ആയിട്ട് കിട്ടും കേട്ടോ.
ഇത് ഞാനും എനിക്ക് ഒട്ടും അറിയത്തില്ലാത്ത സാധനമായിരുന്നു, ഞാനിത് പഠിച്ചെടുത്താട്ടോ. ഓക്കെ, ഇതുപോലുള്ള വീഡിയോസിന് വേണ്ടി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.